വില്ലനായിട്ട് അഭിനയിച്ച പോലീസുകാരൻ സൂപ്പറാണ്, ഒന്നും പറയാനില്ല. വില്ലൻ കലക്കി കളഞ്ഞു. മോഹൻലാലിന്റെ ഇങ്ങനത്തെ ഒരു സിനിമയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അല്ലാണ്ട് ആക്ഷൻ ചിത്രങ്ങളിൽ അത് വീഴ്ച വീഴ്ചയുള്ള കോമാളിത്തരമല്ല. ഇത്തരം നല്ല സിനിമകൾ മോഹൻലാൽ, പഴയ മോഹൻലാൽ, ഈ ദൃശ്യം അതുപോലെയുള്ള സിനിമകളില്ലേ, ആ മോഹൻലാലിന്റെ തിരിച്ചുവരവാണ് ഈ പടത്തിൽ. ഈ തിരിച്ചുവരവാണ് ഈ പടത്തിലൂടെ മോഹൻലാലിന്റെ തിരിച്ചുവരവാണ്. സൂപ്പർ പടം. We are so happy as an audience, as an album fan, as a Sleeper Cell fans. We are very happy. Thank you so much. Script sir, hats off. Thank you. ഒത്തിരി സന്തോഷം. നിങ്ങൾ നമ്മുടെ ഫീഡ്ബാക്കിനേക്കാൾ ഉപരിയായിട്ട് കണ്ടവരുടെ ഫീഡ്ബാക്ക് എടുത്തു. നമുക്കിത് അറിയില്ല, കോൾസ് ഒക്കെ വരുമ്പോൾ എന്താണ് സിറ്റുവേഷൻ അറിയില്ല. അപ്പം കൊലത്തോക്ക് അദ്ദേഹത്തിൻ്റെ സ്റ്റോറി, അദ്ദേഹം തന്നെയാണ് അതിൻ്റെ സ്റ്റോറിയും. തീർച്ചയായിട്ടും എല്ലാത്തരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു പഴയ ലാലേട്ടൻ, ആൾക്കാർ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുന്ന ആ ലാലേട്ടനെ ഈ ഒരു ചിത്രത്തിലൂടെ തിരിച്ചു കിട്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഈ ഒരു ചിത്രം ജനങ്ങൾ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്നുള്ളതായിരിക്കും. നല്ലൊരു ജോഡി തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ നോട്ടവും ഭാവവും തന്നെ വളരെ മികച്ച് നിന്നു. അദ്ദേഹം മികച്ച അഭിനേത്രിയാണെന്നുള്ളത് നമ്മൾ മലയാളികൾക്ക് അറിയാവുന്നതാണ്. തീർച്ചയായിട്ടും അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ലാലേട്ടനൊപ്പം തന്നെ ചെയ്തിട്ടുണ്ട്. രണ്ട് പിള്ളേരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ വില്ലൻ ക്യാരക്ടർ എടുത്തു പറയേണ്ട ആ ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ആ രണ്ടുപേരും എന്താണ് എന്നുള്ളത് സിനിമ കാണുമ്പോൾ അറിയാൻ പറ്റും. അവർ വളരെ മികച്ച രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു കാസ്റ്റിംഗ് തന്നെയായിരുന്നു. എല്ലാ ക്രൂവും അത് തന്നെ. അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ചീഫ് അസിസ്റ്റന്റ് ഡയറക്ടറും കൂടിയാണ് ഈ ഒരു ചിത്രത്തിന്റെ. അദ്ദേഹം ഒരു നടന്നുള്ള രീതിയിലും അദ്ദേഹം ഇതിന്റെ ഭാഗം ആണ് ഒരു ഡയറക്ടർ ടീമിൽ ഉണ്ടെന്നുള്ള കാര്യത്തിലും അദ്ദേഹം വളരെ മികച്ച പ്രകടനം തന്നെ തരുമൂർത്തി സാറിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും തരുമൂർത്തി എന്ന സംവിധായകൻ മലയാള സിനിമയുടെ വജ്രമാണെന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും 3 ചിത്രങ്ങളും വളരെ മികച്ചതാണ്. ഇനി അടുത്ത ഏത് ചിത്രമാണെന്നുള്ള കാര്യത്തിൽ നോക്കിയിരിക്കുകയാണ് ഞാൻ ഒരു പ്രേക്ഷകൻ തന്നെ. ഈ പടത്തിൽ നിന്ന് കിട്ടുമെന്നുള്ളതിൽ ഒരു ഡൗട്ടും ഇല്ല. അതിനുള്ളതെല്ലാം പടത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ കൈയിടുന്നത് തരുമൂർത്തിക്കാണ്. നമ്മൾ ആഗ്രഹിച്ച ഒരു ലാലേട്ടനെ, അല്ലെങ്കിൽ തിയേറ്ററിൽ നമ്മളൊരു റോമാൻറ്റിഫിക്കേഷൻ തരുന്ന ലാലേട്ടൻ എല്ലാം ഈ പടത്തിൽ തരുന്നുണ്ട്. അപ്പോൾ ഒരു ആക്ഷനുണ്ട്, ഇമോഷണൽ കണക്റ്റഡ് ഉണ്ട്, വിൻറ്റേജ് ലാലേട്ടനുണ്ട്, ഫാമിലി ഓഡിയൻസിന് കണക്റ്റഡ് ആകുന്ന സ്റ്റോറിയുണ്ട്. എല്ലാം പടത്തിൽ മേക്ക് ചെയ്തിട്ടുണ്ട്. ടോട്ടലി പറയണം, വർക്ക് വാച്ചിട്ടാണ് ഫസ്റ്റ് വാച്ച്. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ ഹാപ്പി ആയിട്ട് നമുക്ക് ഇറങ്ങി പോകാൻ പറ്റും. എങ്ങനെയുണ്ടായിരുന്നു? മൂവി അടിപൊളിയാണ്. ലാലേട്ടനും പോകുമ്പോൾ അത് അടിപൊളിയായിരുന്നു. അതേപോലെ തന്നെ ഫൈറ്റ് ആയാലും എന്തായാലും ഒന്നിനൊന്നും മിച്ചമായിരുന്നു. അത് അതിൻ്റെതായിട്ടുള്ളൊരു രീതി തന്നെ തരുമൂർത്തി സാധിച്ചിട്ടുണ്ട്. അപ്പം ആദ്യത്തെ പടമായാലും സൗദികളൊക്കെ നിന്ന് വ്യത്യസ്തമാണ് ഈ തുടരുന്ന മൂവി. അതും അടിപൊളിയായി ചെയ്തിട്ടുണ്ട് സാധിക്കും. ഒരു സാധാരണക്കാരൻ പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞാൻ അത്യാവശ്യം ടെൻസായിരുന്നു. പക്ഷെ അവരെല്ലാവരും കംഫർട്ടബിൾ ആക്കി. ഫുൾ ടീമും എല്ലാവരും വർക്ക് മൊത്തം ഓഡിയൻസിന്റെ കൂടെ ഇരുന്നത് കണ്ടപ്പോൾ എക്സ്പീരിയൻസ് സത്യമായിട്ടും ഞാൻ ഓർഗനൈസ് ചെയ്ത് നല്ലോണം കൈയടിച്ചു, കൂടി വിസിലടിച്ചു, ചിലതൊക്കെ കരഞ്ഞു. നല്ല രസമായിരുന്നു. ഇമോഷണൽ മൊമെന്റ് അല്ലേ? കരഞ്ഞായിരുന്നു പടം കണ്ടന്റ് ഇല്ലാത്തത് കൊണ്ടാണ് ആ ലാലേട്ടനെ നമുക്ക് മിസ്സായത്. നല്ല കഥ വന്നു, ആ ലാലേട്ടനെ നമ്മൾ കണ്ടു. നല്ല കണ്ടന്റ്, നല്ലൊരു ഡയറക്ടർ, നല്ലൊരു ക്രാഫ്റ്റ് അറിയുന്ന ഒരാളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ വെരി ഗുഡ് ജോബ്, ഓസം. ഇനി ഇതുപോലത്തെ പടങ്ങളിൽ ലാലേട്ടന് കിട്ടട്ടെ എന്ന് ഇങ്ങനെ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവരും ഗംഭീര സിനിമയാണ്. നിങ്ങൾക്ക് ലാലേട്ടൻ ഇഷ്ടമുള്ള
എന്നാലും പ്രതീക്ഷിക്കുന്നത് അത് തന്നെ എനിക്ക് തുടരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമ ഒരു സംവിധായകന്റെ കലയാണ് എന്നാണ് ഇതിലൂടെ തെളിയിക്കപ്പെട്ടത്. അതായത് ലാലേട്ടനെ പോലെയുള്ള ഒരാൾ സൂപ്പറായിട്ടുള്ള ആൾക്കാരെ ഇതിനകത്തോട്ട് കാസ്റ്റ് ചെയ്യാനായിട്ട് കാണിച്ച ആ തരുൺമൂർത്തി എന്ന് പറയുന്ന സംവിധായകൻ. ആകെ 2 പടം പുള്ളി ഇതിനു മുമ്പ് ചെയ്തേക്കുന്ന ഓപ്പറേഷൻ ചാവൻ ചെയ്തു, സൗദി വെള്ളക്കൽ ചെയ്തു. സൗദി വെള്ളക്കൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു സംവിധായകൻ ഇതിലൂടെ മുൻകിട സംവിധായകരുടെ നിരയിലേക്ക് വന്നേക്കാണ് തരുൺമൂർത്തി എന്ന് പറയുന്ന സംവിധായകൻ. പിന്നെ ലാലേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കിതിനകത്ത് ദൃശ്യത്തിലെ ലാലേട്ടനെ കാണാം, പുലിമുരുകനിലെ ലാലേട്ടനെ കാണാം, ഒപ്പമല്ല കിരീടത്തിലെ ലാലേട്ടനെ കാണാം. ഒപ്പം അത് കോമഡിയാണ്, അത് ഇതിനകത്ത് വരില്ല. ഒപ്പം ഇഷ്ടമാണ്, പക്ഷെ ആ ലാലേട്ടൻ ഇതിനകത്തില്ല. പക്ഷെ ആ ലാലേട്ടനെ അതിന് പകരം നമുക്ക് കിരീടത്തിലെ ലാലേട്ടനെ കാണാം. അപ്പൊ ആ ലാലേട്ടന്റെ 3 സിനിമയുടെ എല്ലാം കൂടി ആവാഹിച്ചാണ് തുടരൂരിലേക്ക് വന്നേക്കുന്നത്. കാസ്റ്റിങ്ങിന് പറയുകയാണെങ്കിൽ ലാലേട്ടന്റെ ശോഭനയുടെ കഥാപാത്രം, അതേപോലെ ബിനു പപ്പുവിന്റെ കഥാപാത്രം. ബിനു പപ്പുവിന്റെ കാര്യം പറയുകയാണെങ്കിൽ മലയാളത്തിലെ ഒരു ആശിഷ് വിദ്യാർത്ഥി എന്ന് പറയുന്ന നടനാണ്. ആ നടനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കും. മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്ക് ആ നടന്റെ ആ റേഞ്ചിലേക്ക് ഈ ബിനു പപ്പു എത്തിയേക്കാണ്. പിന്നെ വേറൊരാളെ കുറിച്ച് പറയാനുണ്ട് ഇതിനകത്ത്. നമുക്ക് സ്പടിക സിനിമ കണ്ടപ്പോ ഒരാളെ കിട്ടി, നമുക്ക് സ്പടികൻ ചോർന്ന് റാവുത്തർ. അതേപോലെ ഈ സിനിമ കണ്ടപ്പോൾ നമുക്കൊരാളെ ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. പഴയ NF ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു അഭിനയ രീതി കാഴ്ചവെച്ച ഒരാളുണ്ട്. ആ ആൾക്ക് ഞാൻ കൊടുക്കുന്ന പേരാണ് തുടരും ചോർന്ന്. അതെ. പിന്നെ ഇതിനകത്ത് വേറെ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തമിഴ്നാടും കുറച്ച് ഇതൊക്കെ വന്നിട്ടുണ്ട്. അത് കുറച്ച് ഒരു കുടുംബ പശ്ചാത്തലം കാണിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആളൊക്കെ കാണിക്കുന്നുണ്ട്. ലാലേട്ടൻ എന്ന കഥാപാത്രം എന്താണ്, ശോഭന കഥാപാത്രം. അതോടൊപ്പം തന്നെ ഇതിനകത്ത് എടുത്തു പറയത്തക്കത് ഭാരതിരാജ എന്ന് പറയുന്ന അറിയപ്പെടുന്ന ഒരു സംവിധായകൻ, അദ്ദേഹം ഇപ്പൊ സിനിമ ചെയ്യുന്നില്ലെങ്കിലും സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു ഗുരുപൂജ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഈ സിനിമയിൽ കൊണ്ടുവരാനും ലാലേട്ടൊപ്പം പെർഫോം ചെയ്യാനും എല്ലാം അവസരം കൊടുത്ത ആ സംവിധായകന് നമ്മളൊരു ബിഗ് സല്യൂട്ട് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹം ഗുരുത്വമുള്ളവരാണ്. അതായത് ഇതേപോലെയുള്ള ആൾക്കാരെ ഈ പ്രായമായിട്ടും അവരെ പരിഗണിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു ഗുരുത്വമാണ്. അത് എന്തും നിലനിൽക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ ഒരുപാട് നമ്മുടെ സൈഡിലോട്ട് മാറ്റി നിർത്തിയിരുന്ന മിമിക്രി കലാകാരന്മാരെന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തിയിരുന്ന കുറെ പേർക്ക് ഇതിൽ അവസരം കൊടുത്തിട്ടുണ്ട്. മോഹൻലാലിനോടൊപ്പമുള്ള സീൻസിലൊക്കെ അല്ലേ. ഉദാഹരണം ഞാൻ പറയാം. ആ ഓട്ടോറിക്ഷ ആ വർക്ക് എനിക്ക് വന്നതാണ്. അതായത് അങ്ങനെ ഒരു ഓട്ടോറിക്ഷ വേണമെന്ന് പറഞ്ഞ് ഞാൻ ഇവരൊക്കെ ആയിട്ട് കണക്ഷൻ ഉണ്ട്. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ 3 പേരുടെ ഫോട്ടോ ഇട്ടു. അപ്പോൾ അവർ ചോദിച്ചത് കോട്ടയം ജില്ലയിൽ നിന്നാണ് ചോദിച്ചത്. ഞാൻ കോട്ടയം ജില്ലയിൽ നിന്ന് എനിക്ക് ആകെ 2 പേരെ കൊടുക്കാൻ പറ്റി. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അതൊരു സാധാരണക്കാരന് ചെയ്യാൻ പറ്റിയൊരു വേഷമല്ല, ലോങ് ഡയലോഗാണ്. അതിൽ 1000 കൂടുതൽ ഡയലോഗുകൾ ഓട്ടോറിക്ഷക്കാണ്. അത് ചെയ്തേക്കുന്ന സിനിമാ രംഗത്തുള്ള ഒരാളാണ്. അങ്ങനെ ഒരാൾക്കാണ് ചാൻസ് കിട്ടിയത്. അപ്പൊ കാസ്റ്റിംഗ് ബേസിൽ വെച്ച് കഴിഞ്ഞാൽ ഉള്ളവരൊക്കെ പുതിയ ആർട്ടിസ്റ്റുകൾക്കൊക്കെ അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ പടം കുടുംബ പ്രേക്ഷകരെ ഏറ്റെടുക്കാൻ പറ്റിയ പടമാണ്. ഇന്റർവ്യൂ ശേഷം എൻ്റെ BP എല്ലാം കൂടി, എൻ്റെ വാച്ചിൽ നോക്കി എനിക്ക് BP അറിയാം. കാരണം അത്രത്തോളം നമ്മളെ മാനസിക സംഘർഷത്തിലേക്ക് കൊണ്ട് എത്തിക്കുന്ന കുറെ മുഹൂർത്തങ്ങൾ ഈ സിനിമയായിട്ട് പോകുന്നുണ്ട്. ഞാൻ അതിന്റെ കഥയിലേക്കൊന്നും പോകില്ല. നിങ്ങൾ ഈ പടം കണ്ടിട്ട് ഞാൻ പറഞ്ഞ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾക്കും സ്വയം ആലോചിക്കാവുന്നതാണ്. എന്തായാലും ഈ പടം ഈ അടുത്ത് ഇറങ്ങിയ പടത്തിൽ ലാലേട്ടൻ്റെ പഴയ പടങ്ങളിലേക്ക് അപേക്ഷിച്ച് ഒരുപാട് മുകളിലാണ്. ഒരു സാധാരണ വ്യക്തി എന്ന നിലയിൽ സമൂഹത്തിലോട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് ലാലേട്ടൻ പറയുന്നുണ്ട്. ഇനി ഞാൻ പറയും, നിങ്ങൾ കേട്ടാൽ മതി. അത് ആ ഡയലോഗ് ആരോടാണെന്നുള്ള കാര്യം നിങ്ങൾ കണ്ടിട്ട് തീരുമാനിക്കാം. ഞാൻ എന്താണ് പറയുന്നത്, നിങ്ങൾ എന്താണ് കേൾക്കുന്നത്. ഇന്ന് സമൂഹത്ത് നമ്മൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരുപാട് നല്ല ആൾക്കാരുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ഇന്ന് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ കഴിയുന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനം കൊണ്ടാണ് നമ്മൾ കുടുംബത്തെ സമാധാനമായിട്ട് കിടന്നുറങ്ങുന്നത്. അവര് വീക്കാണെങ്കിൽ നമുക്കൊന്നും കുടുംബത്തെ സമാധാനമായിട്ട് കുടുംബസമേതം ജീവിക്കാൻ പറ്റില്ല. പക്ഷെ അതിനകത്ത് കുറെ പുഴുക്കുത്തുകളുണ്ട്, അതിനകത്ത് കുറെ ക്രിമിനൽസ് ഉണ്ട്. ആ ക്രിമിനൽസ് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു കുടുംബം നശിപ്പിച്ചു, അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അവർക്ക് കൂടിയുള്ള ഒരു മെസ്സേജാണ്, നിങ്ങൾ നല്ല കാര്യം ചെയ്യുക. പോലീസ് എന്ന് പറയുന്നത് ജനങ്ങളെ സേവിക്കാനാണ്.
അല്ല ജനങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയാണ്. ആ ഒരു മെസ്സേജ് ഈ ചിത്രത്തിൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ പടം നല്ല രീതിയിൽ ഓടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.